ഹായ് ഫ്രണ്ട്സ്, ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ലഡുവിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ ലഡു നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വെറും 3 സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ലഡു തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോയാലോ? അതിനായി ഞാനിവിടെ 1/2 കിലോ മാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് പാക്കറ്റിലുള്ള മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ജാറിലേക്ക് മാവ് മൊത്തം തട്ടിയിടും. 1/2 കിലോ മാവും നമ്മൾ ജാറിൽ മിക്സ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ കൈ വെച്ച് കുഴയ്ക്കുമ്പോൾ എങ്ങനെ കുഴച്ചാലും കടലമാവ് ചെറിയ കട്ടയൊക്കെ കാണും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കളറിൻ്റെ പുറമെ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളമായി എനിക്കിവിടെ ആയത്. ഞാനിത് ഇതുപോലത്തെ കപ്പിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ ദോശയുടെ പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ വേണം നമ്മൾ മാവാട്ടിയെടുക്കാൻ. വെള്ളം ഒത്തിരി കൂടിപ്പോയാൽ നമുക്ക് എണ്ണ ഒത്തിരി ചിലവാകും. നമ്മൾ നല്ലൊരു അടിക്കട്ടിയുള്ള പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഓയിൽ എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ ഓയിൽ എടുത്തിട്ടുണ്ട്. റൈസ് ബ്രാൻ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ ലഡു ഉണ്ടാക്കരുതേ. വെളിച്ചെണ്ണയിൽ നമ്മൾ ലഡു ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചീത്തയായി പോകും. നമ്മൾ ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഞാൻ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിയൊക്കെ കോരത്തില്ലേ, അതുപോലത്തെ ഇതാ തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കിഴുത്തമുള്ള തവി. ഇതിൽ വേണം നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ നമുക്ക് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. നമ്മൾ ഈ തവിയിലേക്ക് ഈ മാവ് 1-2 തവി കോരി ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ അനക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ തവിയുടെ അടിവശമില്ലേ, ആ ഭാഗം വെച്ച് നമ്മളിങ്ങനെ ചെറുതായിട്ട് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ മാവെല്ലാം താഴോട്ട് പോയിക്കോളും. ഇങ്ങനെ മൊത്തം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബൂന്തി വെറും 5 മിനിറ്റ് മാത്രമേ വേവിച്ചെടുക്കാവുള്ളൂ. ഒത്തിരി മൊരിച്ച് എടുക്കരുത്, നമുക്ക് ബോൾ പിടിക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ഒത്തിരി നേരം നമുക്ക് പഞ്ചസാര പാനിയിൽ തിളപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇട്ട് അതിൻ്റെ കടലമാവിൻ്റെ ഒരു പച്ച മണമുണ്ടല്ലോ, അത് മാറിയ ഉടനെ നമ്മൾ കോരിയെടുക്കണം ബൂന്തി. നമ്മൾ ബൂന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കൊരു കിഴുത്തയുള്ള പാത്രത്തിലേക്ക് എണ്ണ തോർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കാം. ഞാൻ ഇതുപോലത്തെ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത മാവും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് കോരി ഒഴിക്കാം. ഇങ്ങനെ കുറേശ്ശെ നമുക്കിങ്ങനെ തട്ടി ഇളക്കി കൊടുക്കാം. അപ്പോൾ ബൂന്തിയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഈ ബൂന്തി ഇങ്ങനെ ഒഴിക്കുമ്പോൾ മാവ് ഈ തവിയുടെ അടിവശത്ത് മാവ് കട്ട പിടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് തുണിയിൽ വെള്ളം മുക്കിയിട്ട് ഇതുപോലെ നമ്മൾ തുടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പിന്നെയും പഴയ പോലെ തന്നെ ബൂന്തി അതുപോലെ കിട്ടും, ബോൾ പോലെ തന്നെ. അതിനെ ഞാൻ വെള്ളം വെച്ച് തുടയ്ക്കാൻ പറഞ്ഞു. ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ബൂന്തി എല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ബോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ മാവിന് 1/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതാണ് അളവ്. 1/2 കിലോ കടലമാവിന് 1/4 കിലോ പഞ്ചസാര, അതാണ് നമ്മുടെ ലഡുവിൻ്റെ പഞ്ചസാരയുടെ അളവ്. ഞാനതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പല്ല, 2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് പഞ്ചസാര പാനി നല്ല തിളച്ച് വരട്ടെ. നമ്മൾ പാകം നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പഞ്ചസാര പാനി റെഡിയായെന്ന് ഒരു പാത്രത്തിൽ നമ്മൾ ഇതുപോലെ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കോരി ഒഴിച്ച് നോക്കുമ്പോൾ അവിടെ കട്ടിയിരിക്കും. അതാണ് പാകം.
ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, നെയ്യ് അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട. പക്ഷെ നെയ്യ് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ലഡുവിൻ്റെ നല്ലൊരു രുചിയായിരിക്കും. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഫ്ലേവർ തന്നെ ലഡുവിന് കിട്ടും. അതിന് വേണ്ടി നമ്മൾ ലാസ്റ്റ് പഞ്ചസാര സിറപ്പിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പഞ്ചസാര പാനിയിലേക്ക് ഈ നെയ്യൊക്കെ നല്ല അലുത്ത് ചേരുമ്പോൾ നമുക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പഞ്ചസാര പാനി നെയ്യൊക്കെ നല്ല ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബൂന്തിയെല്ലാം ഇട്ട് കൊടുക്കുക. കുറേശ്ശെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാം ചേർത്ത് ഇത്രയും നമ്മൾ മാറ്റി വയ്ക്കുന്ന പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ലഡുവിൻ്റെ ഈ മിക്സിയിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാനിയിൽ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പാനിയെല്ലാം ഈ ബൂന്തിയിലേക്ക് കയറണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര പാനി കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ബൂന്തിയിലേക്ക് ഈ പാനിയെല്ലാം ഇറങ്ങും. അപ്പോൾ ഈ വെള്ളമൊക്കെ നല്ല വറ്റിപ്പോവും. വറ്റുമ്പോൾ നമുക്കറിയാം റെഡി ആയിട്ടുണ്ടാകും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇതുപോലെ നമ്മൾ ഒത്തിരി ഇത് ഫ്രൈ ആയെടുക്കുകയാണെങ്കിൽ ഒത്തിരി നേരം ഇത് പഞ്ചസാര പാനിയിലേക്കിട്ട് തിളപ്പിക്കണം. എന്നാലേ നമുക്ക് ലഡു ബോൾ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ അത് നെക്കി നോക്കുമ്പോൾ അത് നെങ്ങും. ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കി റെഡിയായെന്ന് കണ്ടോ. ഇനി നമുക്കിത് സ്റ്റൗ ഓഫാക്കി വെച്ച് താഴോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ടാകും. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ നിൽക്കുന്നത്. നമ്മൾ ബൂന്തി ബോൾ പിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെറു ചൂടോട് വേണം നമ്മൾ ബോൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി തണുത്ത് പോയാൽ നമ്മൾ ബോൾ പിടിച്ചാൽ അതങ്ങനെ വരത്തില്ല ബോളായിട്ട്. അതിനെ നമ്മൾ ചെറു ചൂടോട് തന്നെ ഇത് ബോൾ പിടിക്കണമെന്ന് പറയുന്നു. നമ്മൾ ബൂന്തിയൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ബൂന്തി മാറ്റി വെച്ചിരുന്നില്ലേ പൊടിക്കാനെന്ന് പറഞ്ഞിട്ട്, ഞാനത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് വേണം നമുക്ക് ബോൾ പിടിക്കാൻ. നമ്മൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗസും എല്ലാം ഉപയോഗിച്ച് വേണം നമ്മൾ ബോൾ പിടിക്കാൻ. ചെറു ചൂടോടെ പിടിക്കണോണ്ട് ഇത് നെയ്യും പഞ്ചസാര പാനിയൊക്കെ അല്ലേ, കൈ പെട്ടെന്ന് പൊള്ളും. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ട് ബോൾ പിടിക്കുക. നല്ല ടൈറ്റായിട്ട് വേണം മുറുക്കി ഇങ്ങനെ പിടിക്കണം ബോൾ പോലെ. അപ്പോൾ തന്നെ നമ്മൾ ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ സമയം നമുക്ക് മുന്തിരിയോ കാഷ്യൂനട്ടോ എണ്ണ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ബോൾ പിടിക്കുന്ന സമയം. ഉണ്ടോ, അങ്ങനെ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് തന്നെ ബോൾ പിടിച്ച് വയ്ക്കാം. അങ്ങനെ തയ്യാറായിട്ടുണ്ട് എല്ലാം. നമ്മൾ അതുപോലെ ഓരോന്നോരോന്നായിട്ട് ബോൾ പിടിച്ച് അങ്ങനെ നമ്മളെല്ലാം ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 1/2 കിലോ മാവിൽ തന്നെ ഫ്രണ്ട്സ് 35ഓളം ലഡു നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.